ഡയറ്റിലാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല ക്രേവിങ്സ് ഉണ്ടാവാറുണ്ട്. നമ്മളിത് കേൾക്കാറുള്ള പല്ലവി തന്നെയല്ലേ അല്ലേ? അപ്പോൾ ദേ അതിനെ പറ്റി ചെറിയൊരു സൊല്യൂഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ക്രേവിങ്സിനൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടുന്ന രീതിക്കുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? കേക്കാണ്, ഹെൽത്തിയാണ്, ബനാന കേക്കാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? വേഗം തന്നെ ദേ 2 നല്ല പഴുത്ത റോബസ്റ്റ പഴം, ശ്രദ്ധിക്കണേ, റോബസ്റ്റ പഴമാണ്. പിന്നെ ദേ 3 എഗ്ഗ് എടുക്കുക. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ജാഗരി പൗഡർ, പഞ്ചസാരയല്ല ജാഗരി പൗഡർ. എന്നിട്ട് അത് രണ്ടും കൂടി നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വേറൊരു ബൗളെടുത്ത് അതിനകത്തേക്ക് ഈ ബനാന ഇട്ടിട്ട് നല്ലോണം അങ്ങ് സ്മാഷ് ചെയ്തെടുക്കുക. എന്തോരം ചെയ്യാൻ പറ്റുമോ അത്രയും തന്നെ ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ആ മിക്സില്ലേ, ആ മിക്സിലേക്ക് ഈ ബനാനയും പിന്നെ ഒരു ഇച്ചിരി വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക, മൈദയല്ല ഗോതമ്പ് പൊടി. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി എടുക്കുക. ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് അത് ഒരൊറ്റ തവണ അരിച്ച് ഈ മിക്സിലേക്ക് ഇടുക. എന്നിട്ടത് നല്ലോണം കട്ടയൊന്നും കുത്താതെ വിസ്കും കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് വെറും 1 ടേബിൾ സ്പൂൺ മാത്രം നമ്മുടെ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം നമ്മളത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റുക. നിങ്ങൾക്ക് ഓപ്ഷനിലാണ് ചോക്ലേറ്റ് ഇടണമെങ്കിൽ ഇടാം. എന്നിട്ടത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടമാണല്ലോ. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 4 പീസ് ബനാനയും കൂടി വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ അല്ലേ, രസമല്ലേ? എന്നിട്ട് അതൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അടിപൊളിയാണ്, നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. നമ്മുടെ സാധാരണ പഞ്ചസാരയും മൈദയും ഒന്നും ഉപയോഗിക്കാണ്ട് ടേസ്റ്റ് വരില്ല എന്ന് വിചാരിക്കേണ്ട. അടിപൊളി ടേസ്റ്റാണ്. ഗോതമ്പ് പൊടിയെന്നൊന്നും പറയില്ല. അത് നല്ലോണം സ്മൂത്ത് ആവാണ്ട് ഇരിക്കുകയില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ക്രേവിങ്സിനൊക്കെ ഒരു സൊല്യൂഷൻ ഇതായിട്ടൊക്കെ എടുക്കാം. ഡയറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ മറക്കണ ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.